ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവീക ജനമേ, പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും കർത്താവിന് നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങൾ. അസറിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിൻ്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി. ചൂളയുടെ മധ്യഭാഗം ജലകണങ്ങൾ നിറഞ്ഞ കാറ്റു വീശുന്ന സ്ഥലം പോലെയായി. അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല. അതവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നബൂഖദ്നേസർ രാജാവിൻ്റെ മുന്നിൽ വെച്ച് ഏകദൈവമായ കർത്താവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ 3 ചെറുപ്പക്കാരെ തീച്ചൂളയിൽ എറിഞ്ഞപ്പോൾ അവരുടെ ദേഹത്ത് ഒരു പൊള്ളൽ പോലും ഏൽക്കാതിരിക്കാൻ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം തൻ്റെ ദൂതന്മാരെ ആ തീച്ചൂളയിലേക്ക് ഇറക്കി വിടുകയും അവർ ഈ 3 ബാലന്മാരെയും തീച്ചൂളയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ ശ്രവിച്ചത്. ഈ നിമിഷം പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത് അങ്ങനെ ആയിരിക്കുന്ന തീച്ചൂളയുടെ നടുവിൽ കിടക്കുന്നത് പോലെ ആയിരിക്കുന്ന ധാരാളം മക്കൾ ഈ ദൈവവചനം കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നതിൻ്റെ നമുക്കൊരു നിമിഷം അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ തിരുവചനം കേൾക്കുന്ന, ഈ തിരുവചനം മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന, നിൻ്റെ സുവിശേഷ വേലയിൽ പങ്കെടുക്കുന്ന നിൻ്റെ മക്കളായ എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം അവർക്ക് അനുഗ്രഹമായി മാറുവാൻ, അവരുടെ മുന്നിലുള്ള തീച്ചൂളയിൽ അകപ്പെട്ട എല്ലാ പ്രതിസന്ധികളുടെ മേലും, സാമ്പത്തിക തകർച്ച, രോഗപീഠകൾ, വിദേശ രാജ്യങ്ങളിൽ ട്രാവൽ ബാനിലൂടെ നാട്ടിലേക്ക് എത്തപ്പെടാൻ കഴിയാതെ നിൽക്കുന്ന ധാരാളം മക്കൾ, മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും ജയിലിലായിരിക്കുന്ന മക്കൾ, കർത്താവേ, ഇവരുടെ എല്ലാം സമീപത്തേക്ക് കർത്താവിൻ്റെ ദൂതൻ ഈ നിമിഷം ഇറങ്ങിച്ചെന്ന് അവരുടെ മേലുള്ള എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെയും തകർത്തെറിഞ്ഞ് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ ഓർത്ത് ദൈവമേ, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അവരുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാത്ത രീതിയിൽ, ശത്രു എത്ര വലിയവനാണെങ്കിലും ആ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് ഈ മക്കളെ സംരക്ഷിച്ച് വിടുതൽ കൊടുക്കുന്നതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഈ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ അടുക്കിലേക്കും കർത്താവിൻ്റെ ദൂതൻ കടന്നു ചെന്ന് അവരെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഈ മക്കളുടെ മേൽ ചൊരിയുന്നതിനെ ഓർത്ത് കർത്താവേ, കൊടാനുകോടി നന്ദി. നിൻ്റെ നാമം വാഴ്ത്തപ്പെടുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തുതികൾ അർപ്പിക്കുന്നു. കർത്താവിൻ്റെ സമാധാനവും
കർത്താവിൻ്റെ അനുഗ്രഹവും ഈ മക്കളെ പിന്തുടരട്ടെ. സമ്പത്തും ധനവും എല്ലാം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കട്ടെ. അവർക്ക് പൂർണ്ണമായ വിടുതൽ കൊടുക്കുന്നതിനെ ഓർത്ത് ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആമേൻ.